ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം സർവ്വലോകത്തിനും പാപമോചനവും വിടുതലും നൽകിയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സർവ്വലോകത്തിനും പുതിയ വിശ്വാസവും പ്രത്യാശയും ആനന്ദവും ഒരു പുതിയ ജീവനുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ കുരിശ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1 യോഹന്നാൻ 4:10 പറയുന്നുണ്ട്, നാം അവനെ സ്നേഹിച്ചതുകൊണ്ടല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അയച്ചു എന്ന്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോടുള്ളത്. ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാപ്രവാചന പുസ്തകം 49:16 പറയുന്നുണ്ട്, ഇതാ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ വരച്ചിരിക്കുന്നുവെന്ന്. I have engraved your name in my palm. പക്ഷെ മത്തായിയുടെ സുവിശേഷം 10:30 പറയുന്നുണ്ട്, നിന്റെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന്. 56 സങ്കീർത്തനം 8 പറയുന്നുണ്ട്, നമ്മളുടെ കണ്ണുനീരുകളെ കർത്താവ് തൻ്റെ തുരുത്തിയിൽ ആക്കി വച്ചിരിക്കുന്നുവെന്ന്. He has bottled out tears. വീണ്ടും യെശയ്യാപ്രവചന പുസ്തകം 43:4 പറയുന്നുണ്ട്, കർത്താവ് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ, ഈസ് ടെല്ലിങ് യു ആർ പ്രഷ്യസ് ടു മീ, നീ എനിക്ക് വിലയേറിയവനാണ് എന്ന്. ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് പാപമില്ലാത്തവനായ ദൈവം പാപികളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് വരികയും കുരിശ് സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ ആ സ്നേഹത്തെ മനസ്സിലാക്കിയ ആളുകൾ എത്ര പേരാണ്? ആ സ്നേഹത്തെ മനസ്സിലാക്കി ആ കുരിശിൻ ചുവട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? പോകട്ടെ, ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴിച്ച് ബാക്കിയുള്ളവർ എവിടെ പോയി? പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലി തിരക്ക് കൊണ്ട്, സമയമില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട്, ജീവിത സുഖങ്ങൾ ജീവിക്കുവാനായിട്ട് അറിഞ്ഞും അറിയാതെയും ആ കുരിശ് മറന്നു പോകാറില്ലേ നാം? നമുക്ക് കുരിശിൻ ചോട്ടിൽ നിൽക്കുവാൻ സമയമുണ്ടോ? ആ സ്നേഹത്തെ, ആ ത്യാഗത്തെ, ആ കുരിശിനെ മറക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇവിടെയാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മളെ പുതിയ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം ഇതുവരെ എങ്ങനെ ആയിരുന്നാലും കുഴപ്പമില്ല. നിൻ്റെ ജീവിതം നീ വഴിതെറ്റി ജീവിച്ചിരുന്നെങ്കിൽ, ഇഫ് യു ആർ ലെഡ് എ ലൈഫ് വിച്ച് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു മൈ വിൽ ആൻഡ് മൈ ലോസ്, ഡോണ്ട് വറി, നീ വിഷമിക്കേണ്ട. കാരണം നിന്റെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും രക്താംബരങ്ങൾ ചുമന്നിരുന്നാലും ഞാനത് മഞ്ഞ് പോലെ ആക്കി തീർക്കും, പഞ്ഞ് പോലെ ആക്കി തരുമെന്ന്. ഇവിടെയാണ് നമ്മുടെ പഴയ ജീവിതത്തെ, നാം ഇതുവരെ സഞ്ചരിച്ചതായ പാപകരമായ ജീവിതത്തെ, നമ്മുടെ ദുസ്വഭാവത്തെ, ദൈവത്തെ മറന്നു ചെയ്ത എല്ലാ പ്രവർത്തനത്തെയും ദൈവസന്നിധിയിൽ മനസ്സോടെ കണ്ണുനീരോടെ ഏറ്റ് പറഞ്ഞ് അതിന് മുമ്പിൽ സമർപ്പിക്കണം. നമ്മുടെ പഴയ ജീവിതത്തെ കബറടക്കിയിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. ഉദ്ധിതനായ യേശുക്രിസ്തുവിനെ കണ്ട ആളുകളിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഉദ്ധിതനായ യേശുവിനെ കണ്ട സ്ത്രീകൾക്ക് അവരുടെ ദുഃഖം മാറി സന്തോഷം ലഭിക്കുന്നുണ്ട്. ഉദ്ധിതനായ യേശുക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാർക്ക് അവരുടെ ഭയം മാറി ധൈര്യം ലഭിക്കുന്നുണ്ട്. ഉദ്ധിതനായ യേശുക്രിസ്തുവിനെ കണ്ട എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് അവരുടെ കണ്ണുകൾ, ഉൾക്കണ്ണുകൾ തുറന്നു ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഴയ ജീവിതത്തെ, ദൈവത്തെ മറന്ന് ജീവിച്ച ജീവിതത്തെയൊക്കെ ഏറ്റുപറഞ്ഞ് കബറടക്കിയിട്ട് ഒരു പുതിയ വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാൻ മാത്രമാണ് യേശുവിനെ, ഉദ്ധിതനായ യേശുവിനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ഉദ്ധിതനായ യേശുവിനെ കാണുവാനും
അവൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനും ആ രുചിച്ചറിഞ്ഞ സ്നേഹത്തെ ലോകമൊക്കെയും പങ്കുവയ്ക്കുവാനും ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവൻ പ്രത്യാശയും അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ഏറെ പ്രാധാന്യം നൽകുന്ന രണ്ട് ഘടകങ്ങളാണ്. ജീവൻ ഉള്ളിടത്ത് പ്രത്യാശയുണ്ട്, പ്രത്യാശ ഉള്ളിടത്ത് ജീവിതമുണ്ട്, ജീവനുമുണ്ട്, വീണ്ടും വീണ്ടും ജീവിക്കുവാനുള്ള ആഗ്രഹവുമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ജീവനും പ്രത്യാശയും ആണ്. ആദാം മുതൽ ക്രിസ്തു വരെ മനുഷ്യൻ്റെ ആത്യന്തികമായ അവസാനം എന്ന് പറയുന്ന മരണം, ആ മരണത്തിന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മൂലം മരണത്തിന് ശേഷം മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും പരിപൂർണമായ ഒരു വിരാമം ഇട്ടുകൊണ്ട് ക്രിസ്തു മനുഷ്യന് പുതിയ വഴിയായിട്ട്, ജീവിതത്തിൻ്റെ പുതിയ മാർഗമായിട്ട്, പ്രത്യാശയുടെ കിരണങ്ങളായിട്ട് അവൻ 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. അതുമൂലം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും മരണത്തിന് ശേഷമുള്ള ജീവൻ അതൊരു വലിയ പ്രത്യാശയായിട്ട്, ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയായിട്ട് അവൻ ലോകത്തിന് മുഴുവനും നൽകി. ക്രിസ്തുവിൽ മരണമില്ല. 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, അവൻ മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. രണ്ടാമതായിട്ട്, മരണമെന്ന് പറയുന്നത് വചനം പറയുന്ന പ്രകാരം പാപത്തിൻ്റെ ശമ്പളമാണ്. ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപം ഇല്ലാത്തതിനാൽ മരണത്തിന് അതിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ക്രിസ്തുവിനെ പിടിച്ചു വയ്ക്കുവാനായിട്ട് ഒരിക്കലും സാധിച്ചിട്ടില്ല. ആയതിനാൽ തന്നെ ക്രിസ്തു കുരിശിൽ മരിച്ചുവെങ്കിലും 3-ാം ദിവസം അവൻ മരണത്തെ തന്നെ തോൽപ്പിച്ചുകൊണ്ട്, മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്തതുകൊണ്ട് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. വീണ്ടും വചനം പറയുന്നുണ്ട്, അവൻ സ്വർഗാരോഹണം ചെയ്തു. ആയതിനാൽ ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും മനുഷ്യൻ ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതം എങ്ങനെ എവിടെ ചെലവഴിക്കണമെന്നുള്ളതായ ഒരു പുതിയ വഴി കാണിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിതാവാം ദൈവം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ അളവ്. അവൻ ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യൻ യേശുക്രിസ്തുവിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അവൻ ലോകത്തെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹത്തിൻ്റെ ഉള്ളിൽ, പിതാവാം ദൈവം ലോകത്തോട് കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവ്, അവൻ്റെ ജനനം, ഈ ലോകത്തിലുള്ള അവൻ്റെ കഷ്ടാനുഭവങ്ങൾ, അവനേറ്റ എല്ലാ പീഡകളും, അവൻ കുരിശിൽ മരിച്ച മരണവും, അതേ തുടർന്നുണ്ടായതായ 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പും എല്ലാം ദൈവത്തിൻ്റെ ലോകത്തോടുള്ള മനുഷ്യനോടുള്ള സ്നേഹത്തെ കാണിക്കുന്നതാണ്. ആയതിനാൽ ഈ ഉയർപ്പ് എന്ന് പറയുന്ന പെരുന്നാൾ മനുഷ്യന് ഈ ലോകത്തിൽ തൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്നുള്ള ഒരു സങ്കടമല്ല, മറിച്ച് ഈ ലോകത്തിന് ശേഷം നിത്യമായ ഒരു ലോകം, നിത്യമായിരിക്കുന്ന ജീവിതം, മരണമില്ലാത്ത, കഷ്ടതകളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, പരമാനന്ദമായിട്ട് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് നിത്യമായിട്ട് നിരന്തരമായിട്ട് അവനെ സ്തുതിക്കുന്ന അനുഭവത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ക്രിസ്തു താൻ സ്വയം ലോകത്തിനു വേണ്ടി കൊടുത്തുകൊണ്ട് അവൻ വീണ്ടും മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നും നമുക്ക് വേണ്ടി, ലോകത്തിന് മുഴുവന് വേണ്ടി ജീവിക്കുന്നു. മരണത്തെ തോൽപ്പിച്ച ക്രിസ്തു അവനിൽ പാപമില്ലായെങ്കിലും മനുഷ്യൻ്റെ എല്ലാ പാപവും അവൻ ക്ഷമിച്ച് മോചിച്ച് പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ഭീതിയിൽ നിന്നും, നിരാശയിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നൊക്കെയും മനുഷ്യരാശിക്ക് മുഴുവനും പൂർണ്ണമായ ഒരു വിടുതൽ നൽകിക്കൊണ്ട് പ്രത്യാശയുടെ തുറമുഖത്തേക്ക്, ജീവൻ്റെ തുറമുഖത്തേക്ക് അവൻ മനുഷ്യനെ മുഴുവനും, അവനിൽ വിശ്വസിക്കുന്ന ഏവനെയും അവൻ കൈപിടിച്ച് നടത്തുകയും
നിത്യതയിൽ അവനോടൊപ്പം ഇരുന്ന് വാഴുവാൻ, അവനെ സേവിക്കുവാൻ, സ്തുതിക്കുവാനുള്ള പുതിയ അനുഭവം അവൻ നൽകുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ കാണുവാൻ അവൻ്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് മഹാഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുവാൻ ഓടിച്ചെന്നതായ സ്ത്രീകളുടെ അനുഭവം ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം തന്നെയാണ്. കാരണം ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ മഹാസന്തോഷം ഉണ്ടാകുകയുള്ളൂ. ലോകത്തിന് തരാൻ കഴിയാത്തതായ സന്തോഷം ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ അവനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിൻ്റെ സമാധാനവും ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ യേശു ക്രിസ്തു അവൻ്റെ വരവിലൂടെ, അവൻ്റെ മരണത്തിലൂടെ, അവൻ്റെ ഉയർപ്പിലൂടെ ലോകത്തിന് മുഴുവനും അവനെ അന്വേഷിക്കുന്ന ഏവനും പ്രത്യേകിച്ചും മഹാസന്തോഷം, ദൈവികമായ സമാധാനം, സ്വർഗീയമായ ആനന്ദം, ഈ മരണത്തിന് ശേഷമുള്ളതായ ആ വലിയ ജീവിതം അവൻ മനുഷ്യന് മുഴുവനും നൽകുവാനായിട്ട് തന്നെ അവൻ നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും അവനോടൊപ്പം നിത്യതയിൽ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു എമ്മൂസ് യാത്ര അനുഭവപ്പെട്ടേക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 2 പേർ യെരൂശലേമിൽ നിന്നും എമ്മൂസിലേക്ക് യാത്ര ചെയ്യുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. അവർ വളരെ മ്ലാനവതരായിരുന്നു. അപ്പോസ്തല ഗണത്തിൽപ്പെട്ടവരല്ലെങ്കിലും യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവർ പോകുമ്പോൾ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ വളരെ ദുഃഖിതരായിരുന്നു. യേശു അവരുടെ വഴിയാത്രയിൽ അവരുടെ കൂടെ ചേർന്ന് നടന്നു എന്ന് കാണുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതായ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിരാശയുടെയും മധ്യത്തിൽ യേശു നമ്മോട് കൂടെ നടക്കുന്നവനാണ്. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര ദുഃഖത്തോടു കൂടി സംസാരിക്കുന്നത്? അവർ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് അവിടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, ഇതെല്ലാം തിരുവെഴുത്തിൻ പ്രകാരം സംഭവിക്കേണ്ടതാണ്. പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് യേശു അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. സാന്ത്വനം നൽകുന്നതിനായ യേശുവിനെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥവൻ, മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു. ആശ്വസിപ്പിക്കുന്നവനായ കർത്താവ് നമ്മോട് കൂടെ നമ്മുടെ ദുഃഖത്തിൽ ചേർന്ന് നടക്കുന്നവനാണ്. നാം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലെ കഷ്ടം അനുഭവിക്കാൻ ഒരുങ്ങുകയും ചെയ്യണമെന്നുള്ളതായ ഒരു സന്ദേശത്തിൽ കൂടി അവരെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രയാസപ്പെടുമ്പോൾ, ദുഃഖിതരാകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടുന്നതായ ആശ്വാസം ദിനംതോറും നൽകിക്കൊണ്ടിരിക്കുന്നു. യെരൂശലേം ആരാധനയുടെ സ്ഥലമാണ്. അവർ എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ആ ഗ്രാമത്തിലേക്ക് 7 നാഴിക ദൂരമുണ്ടെന്നാണ് സുവിശേഷകൻ വിവരിക്കുന്നത്. യെരൂശലേം ആരാധനയുടെ സ്ഥലമാണ്. ആരാധന ജീവിതത്തിൽ നിന്നും നമ്മൾ ലോകമായ ജീവിതത്തിലേക്ക് മാറിപ്പോകുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തുവിനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാതെ പോയേക്കാം. അവിടെ പറയുന്നുണ്ട്, യേശുവിനെ മനസ്സിലാകാത്ത രീതിയിൽ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഭൗതികമായ കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ അകപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക നേത്രം കൊണ്ട്, ആത്മീയ കണ്ണുകൊണ്ട് യേശുവിനെ കാണുവാൻ സാധിക്കാതെ പോയേക്കാം. അതുകൊണ്ട് അവർ യേശുവുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നു. അവരുടെ ഗ്രാമത്തിലെത്താറായപ്പോൾ യേശു മുമ്പോട്ട് പോകുവാൻ ഭാവിക്കുന്നു. അപ്പോൾ അവർ യേശുവിനെ അവരുടെ ഭവനത്തിൽ താമസിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി സന്തോഷത്തോടു കൂടി നിർബന്ധിക്കേണ്ടതാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിച്ച് ഞാൻ അവനോടുകൂടിയും അവൻ എന്നോടുകൂടിയും അത്താഴം കഴിക്കുമെന്ന്. നാം നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവനാണ്.
നമ്മോടുകൂടെ അത്താഴം കഴിക്കുന്നവനാണ്. കർത്താവ് ആ സന്തോഷം അവിടെ വെളിപ്പെടുത്തുന്നു. ഇവർ യേശുവിനെ നിർബന്ധിച്ച് വിളിച്ചു. യേശു അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവരുടെ ഭവനത്തിൽ അത്താഴം യേശുവിന് കൊടുക്കുന്നു. അവർ കൊടുത്തതായ അപ്പം എടുത്ത് കർത്താവ് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുക്കുന്നു. ആ സന്ദർഭത്തിൽ അവരുടെ കണ്ണുകൾ തെളിഞ്ഞു. അവർ യേശുവാണെന്ന് മനസ്സിലായി. ആ സന്ദർഭത്തിൽ യേശു അവിടുന്ന് അപ്രത്യക്ഷനാവുകയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർ സംസാരിക്കുന്നു. വഴിയിൽ വെച്ച് യേശു നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലയോ? അവരുടെ ഹൃദയത്തിൻ്റെ ജ്വലനം അവർ അപ്പോൾ മനസ്സിലാക്കി. ആദ്യം അവരെന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല. യേശുവിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, തിരുവചനം നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും. എന്നാൽ അപ്പം നുറുക്കി യേശു കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നത്. വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നുവെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാകുന്ന കർത്താവ് സ്ഥാപിച്ചതായ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടും. നമ്മുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെടും. ആ വലിയ അനുഭവം അവർക്ക് ഉണ്ടാകുന്നു. ഇവിടെ നമുക്ക് യേശുവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രയാസത്തിൻ്റെ മധ്യത്തിൽ, ആഴമായ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ നമ്മോടുകൂടി നടക്കുന്നവനായ യേശു ക്രിസ്തു ഇന്നും നാം ദുഃഖം അനുഭവിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് നമ്മോടുകൂടെ നടക്കുന്നവനാണ്. നമ്മുടെ സംശയങ്ങളെ ദൂരീകരിക്കുവാൻ നമ്മോടുകൂടെ അവൻ വഴി നടക്കുന്നവനാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അനുദിന ആഹാരം വാഴ്ത്തി നൽകുവാൻ അവൻ സന്നദ്ധനാണ്. എന്നാൽ നാം അവനോടുകൂടെ നടക്കുവാൻ ഒരുക്കമുള്ളവരായി തീരണം. നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കുവാൻ നാം ഒഴുക്കമുള്ളവരായി തീരണം. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ അവർക്കൊരു പുതിയ വെളിപാടുണ്ടാകുന്നു, ഒരു പുതിയ ദർശനമുണ്ടാകുന്നു. അതുവരെ മ്ലാനവതരായ ശിഷ്യന്മാരെയല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവർക്കൊരു പുതിയ ഉൾക്കാഴ്ച ഉണ്ടായി. ഉടൻ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു എന്നാണ് സുവിശേഷകൻ വിവരിക്കുന്നത്. 7 നാഴിക ദൂരം യാത്ര ചെയ്ത് ആ ഗ്രാമത്തിലേക്ക് വന്ന ശിഷ്യന്മാർ ഒട്ടും ക്ഷീണിതരായിട്ട് അവർ അനുഭവപ്പെട്ടില്ല. ക്ഷീണം അവർക്ക് തോന്നിയില്ല. അവർ ഉടൻ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടക്ക യാത്ര ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ശിഷ്യന്മാരോട് യേശുവിനെക്കുറിച്ച് അറിയിക്കുവാൻ വേണ്ടി. യേശുവിനെ നാം ദർശിച്ചു കഴിയുമ്പോൾ, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുവാൻ സാധ്യമല്ല. യേശുവിൻ ആരാധന സ്ഥലത്തേക്ക് യെരുശലേമിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. മാത്രമല്ല ശിഷ്യന്മാരുമായിട്ട് സന്തോഷത്തെ പങ്കുവയ്ക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അനേക വിധത്തിലുള്ളതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും അങ്കലാപ്പുകളും ഉണ്ട്. എന്നാൽ ആ സന്ദർഭത്തിലെല്ലാം യേശു നമ്മോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. നമ്മെ സാന്ത്വനപ്പെടുത്തുന്നവനാണ്. നമുക്ക് വേണ്ടുന്നെല്ലാം നൽകുന്നവനാണ്. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറന്ന് ആത്മീയ ദർശനം നൽകുന്നവനാണ്. കഷ്ടം അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം, ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകുന്നു. കർത്താവിൽ വിശ്വസിപ്പാനും കഷ്ടം അനുഭവിപ്പാനും വേണ്ടി ഉള്ളത് സൗഭാഗ്യം ദൈവം നമുക്ക് നൽകുന്നു. അത് മുഖാന്തരമായിട്ട് കർത്താവിനെ മനസ്സിലാക്കുവാനും രുചിച്ചറിയുവാനും നമുക്ക് സാധിക്കുന്നു. എമ്മോസ് യാത്ര നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത യാത്രയാണ്. എമ്മോസ് യാത്രയിൽ അനുഭവിക്കുന്നതായ ഈ ഒരു മാറ്റം, ഈ ഒരു രൂപാന്തരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് യേശുവിനെ കാണുവാൻ സാധിക്കും, യേശുവിനെ രുചിച്ചറിയാൻ സാധിക്കും. ആ രുചിച്ചറിയ സന്തോഷം മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. അങ്ങനെ ലോകമെമ്പാടും കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ എമ്മോസ് യാത്ര നമ്മുടെയും ജീവിതത്തിന് അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കരുണയുള്ള ദൈവം, കരുണ കാട്ടും ദൈവം, കരുണ മാത്രം കരളിനുള്ളിൽ കരുതി വച്ച ദൈവം.
മറക്കരുതേ മറക്കരുതേ കരുണ കാട്ടുവാൻ നീ മടിക്കരുതേ. തളർന്നവനെ താങ്ങുവാൻ നീ മറക്കരുതേ. ദൈവം നിന്നെ വീഴാതെ താങ്ങിയില്ലേ. തളർന്നവനെ താങ്ങുവാൻ നീ മറക്കരുതേ. ദൈവം നിന്നെ വീഴാതെ താങ്ങിയില്ലേ. ദരിദ്രനോട് ദയ കാട്ടാൻ മറക്കരുതേ. സർവസ്വത്തും ദാനമാണെന്നോർക്കണമേ. ദരിദ്രനോട് ദയ കാട്ടാൻ മറക്കരുതേ. സർവ്വസ്വത്തും ദാനമാണെന്നോർക്കണമേ. മറക്കരുതേ മറക്കരുതേ കരുണ കാട്ടുവാൻ നീ മടിക്കരുതേ. മറക്കരുതേ മറക്കരുതേ കരുണ കാട്ടുവാൻ നീ മടിക്കരുതേ. അനാഥരെ വിധവകളെ മറക്കരുതേ. അഭയമേകി സംരക്ഷിക്കാൻ മടിക്കരുതേ. അനാഥരെയും വിധവകളെ മറക്കരുതേ. അഭയമേകി സംരക്ഷിക്കാൻ മടിക്കരുതേ. വിശന്നവനായ രോഗിയായി നിന്റെ മുന്നിൽ യേശു വരും, നീയതൊട്ടും മറക്കരുതേ. ദരിദ്രനായി രോഗിയായി നിന്റെ മുൻപിൽ യേശു വരും, നീ അതൊട്ടും മറക്കരുതേ. കരുണയുള്ള ദൈവം, കരുണ കാട്ടും ദൈവം, കരുണ മാത്രം കരളിനുള്ളിൽ കരുതി വച്ച ദൈവം. കരുണയുള്ള ദൈവം, കരുണ കാട്ടും ദൈവം, കരുണ മാത്രം കരളിനുള്ളിൽ കരുതി വച്ച ദൈവം. മറക്കരുതേ മറക്കരുതേ കരുണ കാട്ടുവാൻ നീ മടിക്കരുതേ. മറക്കരുതേ മറക്കരുതേ കരുണ കാട്ടുവാൻ നീ മടിക്കരുതേ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com